എനിക്ക് കുറച്ച് കാശ് വേണം, അത്യാവശ്യം. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് കുറച്ച് കാശ് വേണം, വേണം. നിനക്ക് തരാൻ എൻ്റെ ഇനി കാശില്ല. ഞാൻ ചോദിക്കുമ്പോ എനിക്ക് പണം കിട്ടണം, ഇല്ലെങ്കിൽ എനിക്ക് മേടിക്കാൻ അറിയാം. ഡേവിഡേ, നീ മുറിയിലേക്ക് പോ. അപ്പന് സുഖമില്ലാത്തതാണ്. എന്നാ ക്യാഷ് നിങ്ങൾ തരുമോ? ക്യാഷ് താ, ക്യാഷ് താ. ഇത് മതി, തൽക്കാലത്തെ ആവശ്യത്തിന് ഇത് മതി. നിക്കടാ അവിടെ, മാല തടാ. ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? അയ്യോ, വേഗം താ. എടാ ഡേവിഡ്, ഡേവിഡ്, നമുക്ക് പെട്ടെന്ന് പോകാം. ഇവിടെ വന്നാ പ്രശ്നമാവും. ഡാ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പോലീസ് വന്നു കളി മാറും, നമ്മളെല്ലാകത്തും പോവും. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാം. എന്നെ രക്ഷിക്ക. ഹലോ. മോനെ, എത്ര നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് മോനെ കൗൺസിലിൽ കൊണ്ടുപോയില്ലാന്ന് ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിരുന്നു. വാ, എഴുന്നേൽക്ക് മോനെ, നമുക്ക് പോകാം. ലഹരിയുടെ പിടിയിൽ ഒത്തിരി തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ദേവാലയത്തിനകത്തേക്ക് കയറാനുള്ള യോഗ്യത എനിക്കുണ്ടോ? മരണത്തിന്റെ പ്രളയത്തിൽ നിന്നും പുതുജീവിതത്തിന്റെ കരയിലേക്ക് വന്നവനാണ് നീ. തകർന്നുപോയ മനസ്സുകളിൽ രക്ഷയുടെ പെട്ടകമൊരു ദൈവകൽപ്പന പാലിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട നോഹയെ പോലെയാണ് ഓരോ പുരോഹിതന്മാരും. അകത്ത് കയറാൻ മടിക്കണ്ട, അദ്ദേഹം നിന്നെ കാത്തിരിക്കുകയാണ്. മോനെ, നിന്റെ മനസ്സിന് സങ്കടങ്ങളും ആകുലതകളും എല്ലാം നീ ഇറക്കി വെക്കണം. പുറത്തേക്ക് വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി മനുഷ്യരാശിയുടെ വേരിറക്കുന്ന ലഹരിയുടെ പ്രളയത്തിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കുവാൻ മാറ്റത്തിന്റെ ഒലിവലയുമായി നീ ചിറകടിച്ചുയരണം. ചെല്ല്.